റിയൽമിയുടെ 6 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ റിയൽമി 6 എന്ന ഫോണിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. റിയൽമി 5 എന്ന ഫോണിൻ്റെ സക്സസർ ആയിട്ടല്ല, റിയൽമി 5 Pro എന്ന ഫോണിൻ്റെ സക്സസർ ആയിട്ടാണ് റിയൽമി 6 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. റിയൽമി 6 വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരു ഫോണുകളിലും നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്നും ലഭിക്കുന്നില്ല. ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിലാണ്, പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കർവ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. കമ്പനി ബാക്കിൽ വരുന്ന ഡിസൈനിനെ കോമറ്റ് ഡിസൈൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഈ ഫോൺ 2 കളറുകളിലാണ് വരുന്നത്, കോമറ്റ് വൈറ്റ്, കോമറ്റ് ബ്ലൂ. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പ്രോസസ്സറാണ് ഹീലിയോ G90T. ഇപ്പോൾ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് വളരെ നല്ലൊരു പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. ഇതേ ഒരു പ്രോസസ്സർ നമ്മൾ മുമ്പ് റെഡ്മി നോട്ട് 8 Pro എന്ന ഫോണിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 4 GB റാമാണ് ലഭിക്കുന്നത്. പിന്നെ 6 GB റാമിൻ്റെയും 8 GB റാമിൻ്റെയും വെർഷൻസുകൾ വേറെ വരുന്നുണ്ട്. 4 GB റാമിൻ്റെ കൂടെ 64 GB ഇൻറ്റേണലും 6 GB റാമിൻ്റെയും 8 GB റാമിൻ്റെയും കൂടെ നമുക്ക് 128 GB ഇൻറ്റേണലുമാണ് ലഭിക്കുന്നത്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GW1ൻ്റെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു പോർട്രേറ്റ് ലെൻസും വരുന്നുണ്ട്. ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യും. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് 2.0 എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലൈസേഷനുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് UIS സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും അതുപോലെ UIS മാക്സ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഇതിൽ 120 FPS ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4300 mAhൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരു ഫോണുകളിലും നമുക്ക് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഫോൺ നമുക്ക് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ 68% വരെയൊക്കെ ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ മതി. പിന്നെ Type C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയും 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയും പിന്നെ 8 GB റാം വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയുമാണ്. മാർച്ച് 11 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് റിയൽമി 6 വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, പവർഫുൾ ആയിട്ടുള്ള ഹീലിയോ G90T എന്നുള്ള പ്രോസസ്സർ, 64 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, ഇങ്ങനെ കുറേ നല്ല ഫീച്ചേഴ്സ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം മേടിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് റിയൽമി 6.